ഓക്കെ, നമ്മൾ അടുത്തത് പഠിപ്പിക്കാൻ പോകുന്നത് ലാമീസ് തിയറം ആണ്. അപ്പൊ ലാമീസ് തിയറത്തിന്റെ തിയറി ആദ്യം പറഞ്ഞുതരാം. അത് നേരത്തെ പറഞ്ഞതിന്റെ തിയറി ഇതാണ്, ലാ ഓഫ് പാരലോഗ്രാം, ലാ ഓഫ് ഫോഴ്സസിന്റെ തിയറിയാണ് ഇത്. ഓക്കെ, അതായത് ടു ഈക്വൽ ഫോഴ്സസ് ആക്ടിങ് അറ്റ് പോയിന്റ് ആർ റെപ്രസെന്റഡ് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ബൈ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ പാരലോഗ്രാം, ലാ ഓഫ് ഫോഴ്സസ്, അതിന്റെ തിയറിയാണ് ഇത്. ഓക്കെ, അപ്പൊ അതിന്റെ തിയറി ഞാൻ അയച്ചുതരാം. ഓക്കെ, സിമിലർലി അടുത്ത രണ്ടാമത്തെ തിയറി എന്ന് പറഞ്ഞാൽ ലാമീസ് തിയറം ആണ്. ലാമീസ് തിയറം പറഞ്ഞുതരാം. അതായത് ലാമീസ് തിയറം എന്താണ് പറഞ്ഞത്, ഈ ത്രീ ഫോഴ്സസ് ആക്ടിങ് അറ്റ് എ പോയിന്റ്. ഫോർ എക്സാമ്പിൾ ഇത് പി, ഇത് ക്യൂ, ഇത് ആർ. ഓക്കെ, നമ്മൾ പഠിക്കാൻ പോണ ലാമീസ് തിയറം. Three forces acting at a point are represented in magnitude and direction by the acting at a point are in equilibrium. Equilibrium ആണെങ്കിൽ ഇത് equilibrium എന്ന് പറഞ്ഞാൽ എന്താണ്, പി ക്യൂ ആറ് മൂന്ന് ഡയറക്ഷനിലോട്ട് ഫോഴ്സ് ആക്ട് ആവുന്നുണ്ട്. ഇത് ആൽഫ എന്നുള്ള ഫോഴ്സ്, ഇത് ബീറ്റ എന്നുള്ള ഫോഴ്സ്, ഇത് ഗാമ എന്നുള്ള ആംഗിൾ, ഇത് മൂന്ന് ആംഗിളാണ്. അപ്പൊ ഈ മൂന്ന് ആക്ട് ആവുന്നു. പക്ഷെ ഈ പോയിന്റിൽ നിന്ന് ഒരു ഇഞ്ച് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവുന്നില്ല. ഇറ്റ് ഈസ് ഇൻ എ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം കണ്ടീഷൻ. ഒരു സൈഡ് മൂവ് ആവുന്നില്ലെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇക്വിലിബ്രിയം ആണെങ്കിൽ ഈ ത്രീ ഫോഴ്സ് ആക്ടിങ് അറ്റ് ഇക്വിലിബ്രിയം, ഈച്ച് ഫോഴ്സ് വിൽ ബി പ്രൊപ്പോർഷണൽ. ഈച്ച് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പി ഉണ്ട്, ക്യൂ ഉണ്ട്, ആർ ഉണ്ട്. ഈച്ച് ഫോഴ്സ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു സൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ അതർ ടു ഫോഴ്സസ്. പിയിലെ അതർ ടു ഫോഴ്സ് ആണ് ക്യൂ ആർ തമ്മിലുള്ള ആംഗിൾ എത്രയാണ്, ആൽഫ. ഓക്കെ, ഈച്ച് ഫോഴ്സ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു സൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ അതർ ടു ഫോഴ്സസ്, സൈൻ ഗാമ. അതായത് പിയുടെ നേരെ ഓപ്പോസിറ്റുള്ള സൈൻ ആൽഫ, ക്യൂയുടെ സൈൻ ബീറ്റ, ആറിന്റെ സൈൻ ഗാമ. ഇങ്ങനെയാണ് നമ്മൾ, ഇതിനെയാണ് ലാമീസ് തിയറം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഈ ത്രീ ഫോഴ്സ് ആക്ടിങ് അറ്റ് എ പോയിന്റ് ആർ റെപ്രസെന്റഡ് represented in magnitude and each force, if three force acting at equilibrium, each force will be proportional to sin of the angle between other two forces. അതിന്റെ ഒരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ ഇതാണ് സംഭവം. ഇവിടെ എഴുതിക്കുന്നുണ്ട്, ത്രീ ഫോഴ്സ് ആക്ടിങ് അറ്റ് എ പോയിന്റ് ആർ ഇക്വിലിബ്രിയം, ഈച്ച് ഫോഴ്സ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു സൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ അതർ ടു ഫോഴ്സസ്. ഓക്കെ, ആൽഫ ബീറ്റ ഗാമ, ഇതാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് ഇതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം. ഫ്രീ ബോഡി ഡയഗ്രാം എന്നാൽ ഫോഴ്സ് മാത്രമുള്ള ഡയഗ്രത്തിനാണ് ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ടെൻഷൻ T2 ഉണ്ട്, അതേപോലെ ടെൻഷൻ T1 ഉണ്ട്, അതേപോലെ താഴോട്ട് ആക്ട് ആവുന്ന ഫോഴ്സ് എന്താണ്, 15 ന്യൂട്ടൺ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ആംഗിൾ ആദ്യം കണ്ടുപിടിക്കും. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് ആദ്യം പഠിക്കണം. അപ്പൊ ആംഗിൾ എന്ന് പറഞ്ഞാൽ ആദ്യം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമെങ്കിൽ ആദ്യം നമുക്ക് ഇതിനൊരു പാരലായിട്ട് ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കുക. അതിനുശേഷം ഈ ആംഗിൾ എത്രയാണ്, 90. ഇത് എത്രയാണ്, 90. ഓക്കെ, ഇനി അവർ തന്നേക്കുന്ന ആംഗിൾ എത്രയാണ്, ഇവിടെ 60 ആണ്. ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും, 30. അല്ല, എവിടെ 60? ഒരു ലൈനിന്റെ പാരലൽ ഫോഴ്സ്, ഒരേ ലൈനിന്റെ പാരലൽ ലൈൻ വെച്ച് 60. അപ്പൊ ഇത് എത്ര വരും, 150 വരൂലേ? ഇനി അടുത്ത ഇവിടെ എത്രയാണ് ആംഗിൾ തന്നിരിക്കുന്നത്, ഇവിടെ എത്ര, ഒരു 45 തന്നിട്ടുണ്ട്. ഇവിടെ 45 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും, ഇത് 90. അപ്പൊ ഇത് എത്രയായിരിക്കും, 45. അപ്പൊ എത്ര, 135. ഓക്കെ, അപ്പൊ 150 135, ബാക്കി എത്ര വരും, 360 നിന്ന് ബാക്കി രണ്ടും കുറയ്ക്കും, എത്ര വരും, 75. ശരിയല്ലേ? അപ്പൊ ഇനി നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ ലാമീസ് തിയറം വെച്ച് എന്താണ് പറയുന്നത്, 15 ഡിവൈഡഡ്, അവർക്ക് വേണ്ടത് എന്താണ്, T1 T2 വേണമെന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ 15 ഡിവൈഡഡ് ബൈ 15 ആംഗിൾ എത്രയാണ്, രണ്ടിന്റെ ആംഗിൾ സൈൻ 75 ഈസ് ഈക്വൽ ടു T1 ഡിവൈഡഡ്, T1 എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കും, T1 ഓപ്പോസിറ്റ് ആംഗിൾ എത്രയാണ്, സൈൻ 150 ഈസ് ഈക്വൽ ടു T2 ഡിവൈഡഡ് ബൈ സൈൻ എത്രയാണ്, 135. അപ്പൊ നമ്മൾ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ T1 കിട്ടും, ഇതേ രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, T2 കിട്ടും. ഓക്കെ അല്ലേ?